എന്നാ ഇപ്പം ബിഗ് ബോസിലും ഒട്ടുമിക്ക എല്ലാവരും വന്നു. ഇതിൽ പങ്കെടുക്കാൻ പറ്റാവുന്ന രേണു ചേച്ചി മാത്രമാണ്. രേണു ചേച്ചി കുറച്ച് ഇന്നലെ മകന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ഒരു വിശേഷങ്ങൾ പറയൂ ചേച്ചിയുടെ. രേണുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതെ, വേറൊരു സ്പീഷ്യസ് ആണ് അവള്. കാര്യം അവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നിങ്ങളെല്ലാം ഒന്ന് കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. വേറെ കാര്യമുണ്ട്, നമ്മൾ ഒരു രേണു നമ്മൾ ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന രേണു ഞാൻ കണ്ടത്. രേണു അങ്ങനെ തന്നെ വെക്കുന്നത്, പക്ഷെ അത്രയും വേദന ഉണ്ടായിട്ടാണ് മനസ്സിലായത്. അതിൻ്റെ ഇടയിൽ കുറെ ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൊണയടിക്കുന്ന ടീംസ് ഉണ്ട്. സീരിയസ്ലി നിങ്ങളും കാണുന്നുണ്ടാവാം. അതെ അതെ, അതിന് മനുഷ്യത്വം ഇല്ല, മനുഷ്യത്വം ഇല്ലാത്ത ഒരാൾ ക്യാൻസർ ആയിട്ട് ഒരു രോഗത്തിൽ ഇത്രയും വലിയൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും അതിൽ എൻജോയ്മെന്റ് കണ്ടെത്തുന്ന, അല്ല അത് കോണ്ടന്റ് ആക്കി അത് വെച്ച് പൈസ ഉണ്ടാക്കുന്നവനൊക്കെ എന്ത് പറയാനാണ്. ഇതിന് കഴിഞ്ഞ ദിവസം രേണു ചേച്ചി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് നെഗറ്റീവ് രീതിയിൽ പല രീതിയിലും പല ആൾക്കാർ റിയാക്ട് ചെയ്തു. അതിനകത്ത് ക്യാൻസർ രോഗിയായി വയ്യാതിരുന്നിട്ട് പോലും കോണ്ടന്റ് ആക്കി പലരും വീഡിയോ. എങ്ങനെയാണ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു പോലും വീഡിയോസ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പബ്ലിക്കലി ഒന്ന് അവരുടെ മക്കളെ വെച്ച് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന എന്ത് ചെയ്യണം? അവൾ ആ രീതിയിലല്ലേ പ്രതികരിക്കുള്ളൂ. അവളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോസിറ്റീവായിട്ട് ആ ഒരു അസുഖം എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെണ്ടുകളുടെ അടുത്ത് പറയേണ്ട ലാംഗ്വേജ് അവൾ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു പോയെന്നേ പറയുള്ളൂ. അതെ, ഞാൻ പറയുന്നത് അങ്ങനെയല്ലേ, പ്രതികരിക്കണ്ടല്ലോ. അവരെ മെന്റൽ പ്രഷർ ഒന്നും മനസ്സിലാക്കുക. അതായത് ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവർ ഫേമസ് ആവുന്നു. എന്ത് കാര്യം ഇരിക്കുന്നു? ഇതൊക്കെ ഒരാൾക്ക് മനുഷ്യത്വം ഇല്ലാണ്ടായിരുന്നു. അതായത് ഇപ്പൊ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പിന്നെ വേറെ തെരുവിളി ഇതിനൊക്കെ വകവെച്ച് കൊടുക്കുകയല്ലേ. അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കുക. ഇപ്പൊ ഒരാൾക്ക് വേണ്ടത് അയാളെ വെറുതെ വിടുക. നിങ്ങൾ അയാളെ വന്നിച്ചില്ലെങ്കിൽ ഇന്നിക്കാണ്ടിരിക്കുക, വെറുതെ വിടാ. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഈ പറയുന്ന പോലെ കുറെ റിവ്യൂവേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാം, പേരൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പബ്ലിസിറ്റി ആക്കുന്നില്ല. പക്ഷെ പണികൾ ഉടനെ വരും. രേണു കുറച്ച് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. ഇന്നലെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറെ പേര് ആക്രമിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കുറേ പേരല്ല ബ്രോ, വളരെ ചുരുക്കം പേര്, കുറച്ച് പേര് പേഴ്സണലി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കെതിരെ അവൾ അല്ല, അവർക്ക് ഓൾറെഡി വേദനയാണ്, ഇനിയും വേദനിപ്പിക്കുന്ന എന്തിനാണ് അവര് ചിരിക്കുന്നത്? ഈ വേദന ഉണ്ടായിട്ടോ. പേഴ്സണലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലി ഉണ്ടാവുന്ന പെയിൻ അല്ല, ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പെയിനാണ് അവളിപ്പോൾ മരിച്ചിട്ടില്ല. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഓവർകം ചെയ്യാൻ കുറേ കൂടെ പാടുപെടും. കാര്യം ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ഈ പറയുന്ന പോലെ അവളുടെ സിറ്റുവേഷൻസ് അവൾ പറയുന്നുണ്ട്. കാര്യം ഫിസിക്കലി ഉള്ള പെയിൻ അല്ല, അല്ലാതെ മെൻ്റലി അവൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് ആണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കണമെന്നേ പറയുന്നുള്ളൂ. എല്ലാവരും ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് രീതിയിൽ ആരാണ് ദൈവം അല്ലെങ്കിൽ ആരാണ് ദൈവം ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുക. ചില റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ സീക്രട്ട് ഏജൻ്റൊക്കെ സൗഹൃദം പോലും മുതലെടുത്ത് ചിലവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രേണു ചേച്ചിയാണെന്ന് പല രീതിയിൽ കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയ്യാതെ വന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ഉപകാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനെ പോലും കണ്ടന്റാക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ആരെ പറ്റി ചോദിക്കുന്നത്? സീക്രട്ട് ഏജന്റ് രേണുക്ക് എന്തോ ഇപ്പൊ കൊടുത്തല്ലോ. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ രേണു ആക്ച്വലി അവളുടെ വീട്ടിൽ AC വാങ്ങിച്ചു കൊടുത്തതിനൊക്കെ നല്ലതാണ്. പേഴ്സണലി അവർക്ക് നമുക്ക് അറിയില്ലല്ലോ അത് എന്താണ് പുള്ളി പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ രേണു ഹാപ്പിയാണ് എന്തായാലും. അതെ.